ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. IPL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ് ഇത്. അതായത് ഒരു ലേലം വരുന്നുണ്ട്. അത് ഡിസംബർ മാസത്തിലായിരിക്കും മിക്കവാറും നടക്കുക. അതേസമയം നവംബർ 15-ാം തീയതിക്ക് മുന്നേ നിലനിർത്തുന്ന താരങ്ങളുടെ ലിസ്റ്റ് IPL അതോറിറ്റിക്ക് നൽകേണ്ടി വരും. അക്കാര്യത്തിലൊക്കെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരാനുണ്ട്. ക്രിക്ക് ബസ് ആയിരുന്നു അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നൽകിയിരുന്നത്. മറ്റൊരു മാധ്യമമായ റവ് സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. അതായത് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. അടുത്ത IPL-ന് മുന്നേ RCB-യുമായുള്ള കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റ് പുതുക്കാൻ വിരാട് കോഹ്ലി തയ്യാറായിട്ടില്ല എന്നായിരുന്നു റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതോടുകൂടി താരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു. അതായത് കോഹ്ലി IPL-ൽ നിന്നും വിരമിക്കുന്നത് ആലോചിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹം IPL-ൽ നിന്നും വിരമിച്ചേക്കും എന്നുള്ള റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പലരുടെയും കണ്ടെത്തൽ. അതായത് കഴിഞ്ഞ തവണയാണ് RCB വിരാട് കോഹ്ലിയെ നിലനിർത്തിയത്. ഒരു താരത്തെ നിലനിർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് 3 വർഷത്തേക്കുള്ള കരാർ ലഭിക്കുകയാണ് ചെയ്യുക. അതായത് വിരാട് കോഹ്ലിക്ക് ഇനിയും RCB-യിൽ 2 വർഷക്കാലം കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ആ 2 വർഷവും അദ്ദേഹം RCB-യുടെ ഭാഗമായിക്കൊണ്ട് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വിരമിക്കൽ റൂമറിൽ കാര്യമായ കഴമ്പില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്ത IPL-ലും കോഹ്ലി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ആ ഒരു കിരീടം സ്വന്തമാക്കാൻ കോഹ്ലിക്കും RCB-ക്കും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ വരുന്ന IPL-ൽ കളിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.